Hey, what's up? സൂര്യൻ്റെ UV റേസും ചൂടായ ഗ്ലാസിൽ വൈപ്പർ ബ്ലേഡ് ടച്ച് ചെയ്തിരിക്കുന്നതും കാരണം ഹാർഡാവുന്നതും റബ്ബർ ബ്ലേഡിൻ്റെ സർഫസ് മോശമാകുന്നതുമാണ് വൈപ്പിംഗ് ശരിയായ രീതിയിൽ നടക്കാത്തത്. ശരിയായ രീതിയിൽ വൈപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ബ്ലേഡ് മാറാറായി എന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ മിക്കവർക്കും അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് മൂലം സർവീസ് സെൻ്ററിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ നമുക്ക് തന്നെ അത് മാറാവുന്നതേ ഉള്ളൂ. പലപ്പോഴും അതൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ ശരിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ ബ്ലേഡ് മാറേണ്ടതെന്നും ഒരു പഴയ ബ്ലേഡ് നോർമലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മിക്ക വണ്ടികളിലും ഫ്രെയിമുള്ള വൈപ്പർ ബ്ലേഡാണ് വരുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫ്രെയിംലെസ് വൈപ്പർ ബ്ലേഡാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. പ്രധാനമായിട്ടും അതിൻ്റെ ബ്ലേഡ് മൊത്തമായിട്ട് മാറണ്ട എന്നുള്ളതാണ്. റബ്ബർ മാത്രമായിട്ട് മാറാൻ നമുക്ക് പറ്റും. കൂടാതെ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. പല രീതിയിലും നമുക്കത് ചെയ്യാം. ബ്ലേഡ് മാറുന്നതിന് മുന്നേ വൈപ്പർ ആം അതിൻ്റെ സർവീസ് പൊസിഷനിൽ വെച്ചിരിക്കണം. ചില വണ്ടികളിൽ സർവീസ് മോഡ് ഉണ്ടാകും. അത് വൈപ്പർ ആം വുഡിൽ തട്ടി പെയിൻറ് പോകാതിരിക്കാനാണ്. ബ്ലേഡ് ഊരുന്നത് വളരെ എളുപ്പമാണ്. ആ ബ്ലേഡ് ലോക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് ബ്ലേഡ് മൊത്തമായിട്ട് താഴേക്ക് വലിച്ചാൽ അത് നേരെ ഊരിപ്പോരും. ഇതാണ് ഫ്രെയിംലെസ് വൈപ്പർ ബ്ലേഡ്. ഫ്രെയിമിന് പകരം പുറത്ത് കാണാത്ത കനം കുറഞ്ഞ പ്ലേറ്റ്സ് ആണ് അതിന് ബലം നൽകുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വിൻഡ് ഡിഫ്ലക്ടേഴ്സും ഉണ്ട്. അത് ബ്ലേഡിനെ ഗ്ലാസ്സിലേക്ക് ഓട്ടത്തിൽ കൂടുതൽ അമർത്തി പിടിക്കുകയാണ് ചെയ്യുക. ബ്ലേഡ് വളരെ ഫ്ലെക്സിബിൾ ആണ്. എന്നാലും ആ ചെറിയ വളവുണ്ട്. ആ വളവാണ് ഗ്ലാസ്സിലേക്ക് ആ ബ്ലേഡിനെ കൂടുതൽ മുട്ടിച്ചു നിർത്തുന്നത്. ബ്ലേഡിനെ ഹുക്ക് ചെയ്യുന്ന ഭാഗം അതിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ആ കവർ ഓപ്പൺ ചെയ്തിട്ട് ഇടാൻ വളരെ എളുപ്പമാണ്. അത് ആ കവറിൻ്റെ ഉള്ളിലൂടെ ആ ഹുക്ക് കടത്തിയിട്ടിട്ട് ആ ഹുക്കിനകത്ത് ബലമായിട്ട് തള്ളി വെച്ചാൽ മതിയാകും. ആ ലോക്ക് തനിയെ വീണോളും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു വൈപ്പർ ബ്ലേഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള സകല ചെളിയും ഓയിലും ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുകയും അത് വൈപ്പ് ചെയ്യുമ്പോൾ വൈപ്പറിലാകുകയും ചെയ്യും. അപ്പോൾ അത് മാറ്റാൻ ഏറ്റവും നല്ലത് ഡീഗ്രീസറോ അല്ലെങ്കിൽ IPA പോലെയുള്ള സൊല്യൂഷൻസ് ആണ്. ആംവേ LOC നല്ലൊരു ഡീഗ്രീസറാണ്. അത് IPA സൊല്യൂഷൻ നമുക്ക് മിക്ക ഇലക്ട്രോണിക് ഷോപ്പുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ വാങ്ങിക്കാൻ കിട്ടും. വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന സകല പ്രൊഡക്ട്സിൻ്റെയും വളരെ ചീപ്പായിട്ട് കിട്ടുന്ന റേറ്റിൽ ആമസോണിലുള്ള ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാം. അതൊരു അഫിലിയേറ്റ് ലിങ്കുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് ആ വൈപ്പർ ബ്ലേഡിൽ നിന്ന് ചെളി മുഴുവനായിട്ടും പോകുന്നത് വരെ അതൊരു മൈക്രോഫൈബർ ക്ലോത്തിൽ അപ്ലൈ ചെയ്ത് അത് തുടച്ചു മാറ്റുക. എപ്പോഴും അതൊരു 2-3 തവണയെങ്കിലും അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നാലാണ് ആ ചെളി മൊത്തമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പം ആ ക്ലോത്തിൽ ചെളി ആകുന്നില്ലാത്തടത്തോളം വരെ അത് തുടച്ചു മാറ്റും. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ റബ്ബർ സ്വല്പം ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ആ ഡ്രൈനെസ് ഒന്ന് മാറ്റി ഒന്ന് സ്വല്പം സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് റബ്ബർ റിജുവിനേറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റൻറ്റോ അതിനാവശ്യമാണ്. ഒരു ഡീസൻറ്റ് ഒരു ക്വാളിറ്റിയുള്ള ഒരു റബ്ബർ പ്രൊട്ടക്ടർ മതിയാകും.
ഒരു 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 കുഴപ്പമില്ലാത്തൊരു ഒരു പ്രൊട്ടക്റ്റന്റ് ഞാൻ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്പോഞ്ച് ആപ്ലിക്കേറ്ററിലോ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടുള്ള ആണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അത് സ്വല്പം നേരം അത് ഇരിക്കാൻ വിടുക. കുറച്ച് നേരം കഴിയുമ്പോൾ ആ എക്സസ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റന്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയാം. അത്രയും ചെയ്താൽ മതിയാവും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈപ്പർ ബ്ലേഡിന്. ഇങ്ങനെ ക്ലീൻ ചെയ്ത വൈപ്പർ ഇട്ടിട്ടും ചെറിയ ചെറിയ സ്ട്രീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള പ്രശ്നം ഗ്ലാസ്സിലാണ്. ഗ്ലാസ്സിൽ എന്തെങ്കിലും ചെറിയ അണ്ടുലേഷൻസ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്ക്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അത് മാറ്റേണ്ടത് ആവശ്യമാണ് ഈ വീഡിയോ കാണുന്നത്. ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതിന് ക്ലേ ബാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് സ്റ്റബോൺ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. ഇപ്പം എൻ്റെ ഈ ഗ്ലാസ്സിനകത്ത് ഇപ്പോൾ ആ സ്ട്രീക്സ് വന്നതിന് കാരണം ചെറിയ എന്തോ ഒരു ഉണങ്ങി പിടിച്ചിരിക്കുന്ന എന്തോ ഒരു ഇമ്പ്യൂരിറ്റിയാണ്. അത് ശരിയായിരിക്കും. ഗ്ലാസ് ക്ലീനിങ്ങിനുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അത് ക്ലേ ബാർ വെച്ചിട്ടും അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടുള്ള ആ ക്ലീനിങ് ഞാൻ സെപ്പറേറ്റ് വേറെ ഇടുന്നുണ്ട്. അത് കാർ കെയർ ആൻഡ് ഡീറ്റെയിലിങ്ങിൽ വരുന്നത്, അതിനകത്ത് അത് വിശദമായിട്ട് അത് ചെയ്യാം.